പൊക്കാളി പാടശേഖരങ്ങളും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പൊക്കാളി പാടശേഖരണ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൃഷി ഓഫീസിലേക്ക് ധർണ സംഘടിപ്പിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. എടവനക്കാട് പഞ്ചായത്തിലെ വീരൻപുഴയോട് ചേർന്നുള്ള പൊക്കാളി കൃഷിപ്പാടങ്ങളിൽ നെൽകൃഷിയും തുടർന്ന് 5 മാസക്കാലം ചെമ്മീൻ കൃഷിയുമാണ് പരമ്പരാഗതമായി നടന്നുവരുന്നത്. ഫിഷറീസ് വകുപ്പിന്റെ ലൈസൻസോടുകൂടി നടത്തുന്ന ചെമ്മീൻ കെട്ടുകളുടെ കാലാവധി എല്ലാ വർഷവും നവംബർ 15-ന് ആരംഭിച്ച് ഏപ്രിൽ 14-ന് അവസാനിക്കുകയാണ് പതിവ്. തുടർന്നുള്ള കാലയളവിൽ ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾക്ക് കെട്ടുകളിൽ നിന്നും മത്സ്യബന്ധനം നടത്താൻ യാതൊരു നിയന്ത്രണവും ഇല്ല. എന്നാൽ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വാച്ചാക്കൽ കിഴക്ക് മേത്തർ പ്രദേശത്തെ ചാൽ ഉൾപ്പെടുന്ന കൃഷിനിലങ്ങളിൽ കെട്ടു നടത്തിയിരുന്നവർ JCB ഉപയോഗിച്ച് നിയമവിരുദ്ധമായി കുഴിയെടുത്ത് പാടങ്ങളുടെ ആഴം വർദ്ധിപ്പിച്ച് രൂപമാറ്റം വരുത്തിയിരിക്കുകയാണ്. നിയമപ്രകാരം ഇത്തരത്തിലുള്ള രൂപമാറ്റങ്ങൾക്ക് ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ മുൻകൂർ അനുമതി നിർബന്ധമായിരിക്കെ യാതൊരു അനുമതിയും കൂടാതെയാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത്. കൂടാതെ സർക്കാർ ഭൂമിയിലും വീരൻപുഴയോട് ചേർന്നുള്ള പൊതുച്ചിറകളിലും അനധികൃത നിർമ്മാണങ്ങൾ നടത്തുകയും പൊതുജനങ്ങൾക്ക് യാത്രയ്ക്കും മത്സ്യബന്ധനത്തിനുമായി ഉപയോഗിച്ചിരുന്ന ചിറകൾ നീക്കം ചെയ്യുകയും വീരൻപുഴയിലേക്കുള്ള സഞ്ചാരമാർഗങ്ങൾ തടസ്സപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. നിലം ഉടമകളുടെ പ്രതിനിധിയായ ബീനും ഏജന്റായി പ്രവർത്തിക്കുന്ന അനിൽ എന്ന വ്യക്തിയും ചേർന്നാണിത് ചെയ്തിരിക്കുന്നതെന്ന് സമരസമിതി ചൂണ്ടിക്കാട്ടുന്നു. ഇതിന്റെ ഫലമായി പ്രദേശവാസികളുടെയും ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളുടെയും സഞ്ചാര സ്വാതന്ത്ര്യവും ഉപജീവന മാർഗവും നിഷേധിക്കപ്പെടുകയാണ്. 2026 ഏപ്രിൽ 14-ന് ശേഷം നിർബന്ധമായും പൊക്കാളി നെൽകൃഷി നടത്തണം എന്ന എറണാകുളം ജില്ലാ കളക്ടറുടെ ഉത്തരവ് നിലനിൽക്കെ ഏപ്രിൽ 14-ന് ചെമ്മീൻ കെട്ടിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചിട്ടും നിയമവിരുദ്ധമായി ചെമ്മീൻ വാറ്റ് തുടരുകയാണ്. ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്ത പ്രദേശവാസികൾക്കെതിരെ വിവിധ കോടതികളിലും പോലീസ് സ്റ്റേഷനുകളിലും കള്ളക്കേസുകൾ നൽകുകയും ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുകയാണ് ചാൽ സമാജത്തിലെ നിലമുടമകൾ. മേത്തറ പട്ടികജാതി സങ്കേതത്തിലെ ഭൂരിഭാഗം കുടുംബങ്ങൾക്കും ഇത്തരം കള്ളക്കേസുകൾ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. കൃഷി ചെയ്യാതെ അനധികൃതമായി ചെമ്മീൻ വാറ്റ് നടത്തുന്ന പാടങ്ങളിൽ പൊക്കാളി കൃഷി നടത്താൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും അതിനുള്ള അനുമതി നൽകാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തയ്യാറാകുന്നില്ല. കൃഷി, ഫിഷറീസ്, പഞ്ചായത്ത് അധികൃതരുടെ മേൽ ഉദ്യോഗസ്ഥരുടെയും ഈ നിസ്സംഗ സമീപനത്തിനെതിരെ പൊക്കാളി പാടശേഖര സംരക്ഷണ സമിതി 2027 ജൂലൈ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് എടവനക്കാട് പഞ്ചായത്ത്, കൃഷി ഓഫീസ്, ഫിഷറീസ് ഓഫീസ് എന്നിവയ്ക്ക് മുന്നിലേക്ക് മത്സ്യത്തൊഴിലാളികളുടെയും കർഷകരുടെയും സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകരുടെയും ധർണ നടത്തി. PA തിലകൻ, കൺവീനർ പൊക്കാളിപ്പാട സംരക്ഷണ സമിതി, സ്വാഗതം പറഞ്ഞു. ER ബിനോയ്, 5-ാം വാർഡ് മെമ്പർ, ധർണ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിൽ പൊക്കാളി കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള നിരവധി മീറ്റിംഗുകൾ ഈ ഭരണസമിതി നടത്തിയപ്പോൾ ആ മീറ്റിംഗുകളിലെല്ലാം ഡീൻ എന്ന് പറയുന്ന വ്യക്തി പങ്കെടുക്കുകയും സംസ്ഥാന സർക്കാരിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷി ചെയ്യണമെന്നുള്ള കർശന നിർദ്ദേശങ്ങളെ അവഗണിച്ചുകൊണ്ട് അനിൽ എന്ന് പറയുന്ന ഞാറക്കൽ സ്വദേശിക്ക് ഈ കൃഷിയിടങ്ങൾ സമാജം എന്ന് പറയുന്ന പേരിലേക്ക് ആക്കിക്കൊണ്ട് ആ പാടശേഖരങ്ങളിൽ പൊക്കാളി കൃഷിക്ക് പകരം ചെമ്മീൻ കൃഷി ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പൊക്കാളി പാടശേഖരങ്ങൾ രൂപമാറ്റം നടത്തിക്കൊണ്ട് അനധികൃത നിർമ്മാണങ്ങൾ തുടങ്ങിയത് ഈ ഗ്രാമപഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇതിനെല്ലാം കൃത്യമായിട്ട് നടപടി സ്വീകരിക്കേണ്ടത് കൃഷി ഓഫീസറാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അനധികൃത നിർമ്മാണം മാത്രമല്ല, പൊക്കാളി പാടശേഖരങ്ങളിൽ അനധികൃത ചെമ്മീൻ വാറ്റ് നടത്തുമ്പോൾ ലൈസൻസ് ഇല്ലാത്ത ഈ കാലയളവിൽ പൊക്കാളിപ്പാട കൃഷി ചെയ്യുന്ന സമയത്ത്
അനുബന്ധ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യബന്ധനം നടത്താൻ സൗകര്യമുണ്ടായിരുന്ന ആ പാടശേഖരങ്ങളിൽ അത്തരം തൊഴിലിലേക്ക് ഇറങ്ങുന്നവർക്കെതിരെ കള്ളക്കേസുകൾ അടക്കമെടുത്ത് ഇഞ്ചക്ഷൻ ഓർഡർ അടക്കമെടുത്തുകൊണ്ട് അവരെ ഭയപ്പെടുത്തുന്ന ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന അനിൽകുമാറിനോടും ബീനോടും പറയാൻ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ പട്ടികജാതി സമൂഹം താമസിക്കുന്ന ആ ഏരിയയ്ക്ക് വേണ്ടിയുമെല്ലാം കൃത്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഒപ്പം ഇത് വിസ്മരിച്ചു കൊണ്ടിരിക്കുന്ന കൃഷി ഓഫീസറെയും അത്തരം നിയമങ്ങളുണ്ട് എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇ കെ സാലിഹരൻ, ടി എ ജോസഫ്, പുഷ്കരൻ, ഹാരിഷ് മുളഞ്ചേരി, എ എസ് ബൈജു, ശ്രീരാജ് കെ എസ്, ആനന്ദൻ, ബേസിൽ മുക്കത്ത് എന്നിവർ സമരത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിച്ചു. പി കെ ബേബി നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, എടവനക്കാട്.